അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. പരമകാരുണികനും കരുണാമയനുമായിട്ടുള്ള അള്ളാഹുവിൻ്റെ നാമത്തിൽ സ്തോത്രം അള്ളാഹുവിന് മാത്രം. അവൻ സർവ്വലോക പരിപാലകൻ, പരമകാരുണികൻ, കരുണാമയൻ, പ്രതിഫല ദിനത്തിൻ്റെ നാഥൻ. നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നു. ഞങ്ങളെ നേർമാർഗത്തിലേക്ക് നയിക്കണമേ, നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലേക്ക് നയിക്കണമേ. നിൻ്റെ കോപത്തിന് പാത്രമായവരുടെയും വഴിപിഴച്ചവരുടെയും മാർഗത്തിലേക്കല്ല. അൽഹംദുലില്ലാഹ്. ഈന്തമരങ്ങൾ ഇടതിങ്ങിയ ശീതള ശാർദുലങ്ങളിൽ സുഖിക്കുന്നല്ലയോ മക്കാദേശമേ. നിനക്കായി പരമകാരുണികനായിട്ടുള്ള അല്ലാഹു ഉയർത്തിക്കാണിച്ച് ഒരു പുണ്യാത്മാവാണ് ഉമർ ബിൻ അൽ ഖത്താബ്, ഖലീഫ ഉമർ. ആയതുകൊണ്ട് ഉമറെ, അടുത്ത ഖലീഫ നിങ്ങളാണ്. ഇപ്പോഴത്തെ ഖലീഫ ഞാനാണ്, ഞാൻ അബൂബക്കറാണ്. ഞാൻ നിങ്ങളോട് പറയുകയാണ്, അടുത്ത ഖലീഫ നിങ്ങളാണ്. ആ സ്ഥാനം നിങ്ങൾ ഏറ്റെടുക്കണം. ഉമർ കഴിവതും അദ്ദേഹത്തിന് കഴിയുന്ന രീതിയിലൊക്കെ പറഞ്ഞു നോക്കി. എനിക്ക് ബലമുണ്ട്, ആന്തരികമായിട്ടുള്ള ബലമുണ്ട്, ഭൗതികമായിട്ടുള്ള ബലമുണ്ടെന്നൊക്കെ അങ്ങ് പറഞ്ഞു. അതൊക്കെ അങ്ങേക്ക് വേണ്ടി ഞാൻ വിനിയോഗിച്ചിട്ടില്ലേ? അങ്ങ് ഖലീഫയായിരിക്കുന്ന സമയത്ത് അതിൻ്റെ പുറകിലൊരു ഭൃത്യൻ്റെ പോലെ നിന്നുകൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും അക്ഷരം പ്രതി അനുസരിച്ച് എൻ്റെ എല്ലാ വിധത്തിലുള്ള ശേഷിയും അങ്ങേക്ക് വേണ്ടി, അത് അങ്ങയിലൂടെ ഇസ്ലാമിന് വേണ്ടി ഞാൻ വിനിയോഗിച്ചിട്ടുണ്ടല്ലോ. അഭിപ്രായ വ്യത്യാസമുണ്ടാകുമ്പോൾ പറയുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും അഭിപ്രായ സമന്വയത്തിൽ എത്തിയിട്ടുമുണ്ട്. ഇതുപോലെ ഇനിയൊരു ഖലീഫ വരുമ്പോഴും ഇതേ രീതിയിൽ അവരോടൊപ്പം ഞാനുണ്ടാകും. അതങ്ങേക്ക് ഉറപ്പിക്കാം. ഇനിയും ഈ ഉത്തരവാദിത്വം ഞാൻ ഏൽക്കണമെന്ന് അങ്ങ് നിർബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ പറയുന്ന അഭ്യർത്ഥന അങ്ങ് സ്വീകരിക്കാതിരിക്കരുത് എന്ന് അങ്ങ് എന്നോട് ആവശ്യപ്പെടുകയാണെങ്കിൽ, എനിക്ക് അങ്ങയോട് ചോദിക്കാനൊരു കാര്യമുണ്ട്. ഖലീഫയെ തീരുമാനിക്കേണ്ടത്, അടുത്ത ഖലീഫയെ തീരുമാനിക്കേണ്ടത് അത് ജനങ്ങളല്ലേ തീരുമാനിക്കേണ്ടത്? നബി തിരുമേനി അടുത്ത ഖലീഫ ആരാണെന്ന് പറഞ്ഞിട്ടില്ല. ചില സൂചനകൾ കൊടുത്തു എന്നല്ലാതെ അടുത്ത ഖലീഫ ഇന്ന ആളാകണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അത് അള്ളാഹു തീരുമാനിക്കും. ഖലീഫയില്ലാതെ ഇസ്ലാമിക രാഷ്ട്രത്തിന് നാഥനില്ലാതെ വരില്ല. ആയതുകൊണ്ട് തന്നെ അത് ജനങ്ങൾക്കല്ലേ വിട്ടുകൊടുത്തത്? നബി തിരുമേനി, പ്രവാചകൻ, ദൈവദൂതര്. അതുകൊണ്ട് ഇപ്പോഴും അത് ജനങ്ങളല്ലേ തീരുമാനിക്കേണ്ടത്? ഉമർ അവിടെ അവസാനത്തെ പ്രയോഗം നടത്തുകയാണ്. അദ്ദേഹത്തിന് ഭയമാണ് ആ സ്ഥാനം ഏറ്റെടുക്കാൻ. അദ്ദേഹത്തെ തന്നെ ഭയമാണ്. ആ സ്ഥാനം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും കാരണവശാൽ എന്തെങ്കിലും സാഹചര്യത്തിൽ ദൈവകോപം ഉണ്ടാകുമോ? അതാണ് അദ്ദേഹത്തിൻ്റെ ഭയം. ജനങ്ങളല്ലേ തീരുമാനിക്കേണ്ടത് അബൂബക്കറെ? ഈ ചോദ്യത്തിന് ഉത്തരം ഖലീഫ പറഞ്ഞു, തീർച്ചയായും ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു, ഇനി ജനങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. അവരുമായിട്ട് കൂടി ആലോചിക്കുക തന്നെ ചെയ്യും. അള്ളാഹുവിന് എല്ലാ സ്തുതിയും. അള്ളാഹു വലിയവൻ, അള്ളാഹു അക്ബർ. ഏതായാലും ഏറ്റവും വലിയ കടമ്പ ഞാൻ കടന്നിരിക്കുന്നു. ഖലീഫ പറഞ്ഞു, ഇനി ജനങ്ങൾ തീരുമാനിച്ചാൽ മതിയല്ലോ. ഉമർ ബിൻ ഖത്താബ് ആയിരിക്കണം അടുത്ത ഖലീഫ എന്ന് ജനങ്ങൾ തീരുമാനിച്ചാൽ പിന്നെ അവിടെ ഒന്നും പറയാനില്ലല്ലോ ഉമറെ നിനക്ക്. ആയതുകൊണ്ട് ഏറ്റവും വലിയ കടമ്പ ഞാൻ കടന്നിരിക്കുന്നു. അള്ളാഹുവിന് സ്തുതി. നമ്മൾ ആലോചിച്ച് വെക്കണം, നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം സാമ്പത്തികത്തിലേറെ, സമ്പത്തിന് വേണ്ടിയിട്ടുള്ള മത്സരത്തിലേറെ
അധികാരത്തിന് വേണ്ടിയിട്ടാണ് മത്സരം. അധികാരം കിട്ടിക്കഴിഞ്ഞാൽ സമ്പത്ത് പുറകിൽ വരുമല്ലോ, അതാണ് വെപ്പ്. ഇന്നിപ്പോൾ അധികാരത്തിന് വേണ്ടിയുള്ള മത്സരം അത് യുദ്ധങ്ങളായിട്ട് മാറുന്നു. അവനവൻ്റെ രാജ്യത്തിൽ അവനവന് അധികാരം, അതിനപ്പുറം അവനവൻ്റെ രാജ്യത്തിൽ അധികാരം കൈയാളി കഴിഞ്ഞാൽ പിന്നെ അടുത്ത രാജ്യങ്ങളുടെ അധീശത്വവും തൻ്റെ കയ്യിൽ വരണം എന്ന് കരുതുന്ന രാജ്യങ്ങൾ പോലും ലോക പോലീസായിട്ട് നടക്കുന്ന കാലഘട്ടമാണിത്. അങ്ങനെയാണ് ഈ ഭൂമി മുഴുവൻ, ഇവിടെ ഭൂമിയിലുള്ള മനുഷ്യന്മാർക്ക് മുഴുവൻ മതം പൂണ്ടിരിക്കുകയാണ്, അധികാരഭ്രാന്ത്. അതാണ് ആധുനിക യുഗം. അങ്ങനെയുള്ള ആധുനിക യുഗത്തിൽ നിന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ? എനിക്ക് അധികാരം വേണ്ട എന്ന് പറയുന്ന ഒരാളെ അധികാരം ഏൽപ്പിക്കുന്ന അധികാരത്തിൻ്റെ ആ ഉത്തുംഗ പദത്തിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ട് അയാളെ കെട്ടിവലിക്കുക, ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കുക. ഇതൊക്കെ ഇന്ന് സങ്കല്പിക്കാൻ സാധിക്കുമോ നമുക്ക്? വളരെയധികം വലുതായിട്ടുള്ള ഒരു സാമ്രാജ്യം. അറേബ്യൻ ഉപദ്വീപ് മുഴുവൻ ഇന്ന് ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ കീഴിലാണ്. അതിൻ്റെ ഭരണാധികാരിയും അതിൻ്റെ ഖലീഫ ആ അധികാരമാണ് ഏറ്റെടുക്കൂ ഉമറേ എന്ന് അബൂബക്കർ കെഞ്ചി പറയുന്നത്. പക്ഷെ അദ്ദേഹം പറയുന്നത് വേണ്ട വേണ്ട, എനിക്ക് വേണ്ട, ഖലീഫയായിട്ട് ആരെങ്കിലും വരട്ടെ, ഞാൻ അതിൻ്റെ പുറകിലുണ്ടായിരിക്കും. ഏതെങ്കിലും അവസരത്തിൽ എന്തെങ്കിലും അധികാരം കിട്ടാനുള്ള വിദൂര സാധ്യതയുണ്ടെങ്കിൽ പോലും അതിലേക്ക് കണ്ണും നട്ടിരിക്കുന്ന, അതിനുവേണ്ടി എല്ലാ വിധമുള്ള കാപട്യവും പ്രയോഗിക്കുന്ന ആളുകളുടെ ലോകമാണിത്. ഈ ലോകത്തിൽ നിന്ന് അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ ഉണ്ടാകുമോ എന്ന് പോലും നമ്മൾ സംശയിക്കും. ഏതായാലും ഇസ്ലാമിൻ്റെ മനസാക്ഷി, ഇസ്ലാമികമായിട്ടുള്ള മനസാക്ഷി, അതുമായിട്ട് പരിചയപ്പെടുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു, അന്നും ഇന്നും എന്നും ഇനിയും ഉണ്ടാവുകയും ചെയ്യും, നമ്മൾ അറിയുന്നില്ലെങ്കിൽ പോലും. ഇഹലോകത്തിലുള്ള സുഖത്തിനും സൗകര്യത്തിനും വേണ്ടിയിട്ടല്ല സ്ഥാനമാനങ്ങൾ കൈക്കൊള്ളുന്നത്. അറേബ്യൻ ഉപദ്വീപിൻ്റെ അഥവാ മദീന കേന്ദ്രമാക്കിയിട്ടുള്ള ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തി പദമാണ് ഖലീഫ പദം. അതുണ്ടായിട്ടും തുന്നിക്കൂട്ടിയ വസ്ത്രങ്ങളുമായിട്ടും നടന്ന ഒരുവൻ ഇവിടെ ജീവനോടുകൂടി ഉണ്ടായിരുന്നു 1400 വർഷങ്ങൾക്ക് മുമ്പ്. പറഞ്ഞാൽ വിശ്വസിക്കില്ല ഇന്നത്തെ ലോകം, അത് പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഭൃത്യനെ ഒട്ടകപ്പുറത്തിരുത്തി ഖലീഫ, മഹാരാജൻ, ചക്രവർത്തി, അദ്ദേഹം താഴെ ഇറങ്ങി നടക്കുന്നു. അദ്ദേഹത്തിന് കാലിന് നൊമ്പരമുണ്ടാകുമ്പോൾ അദ്ദേഹം ഒട്ടകപ്പുറത്ത് കയറുന്നു. ഇതൊക്കെ നടന്ന സംഭവങ്ങളാണത്. നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിലും നടന്ന സംഭവമാണ്, സത്യമായിട്ടുള്ള സംഭവങ്ങളാണിതെല്ലാം. അള്ളാഹുവിലുള്ള അചഞ്ചലമായിട്ടുള്ള വിശ്വാസം, പരലോകത്തെക്കുറിച്ചുള്ള കൃത്യതയുള്ള ബോധം, അതുള്ളവർ മാത്രമാണ് ഈ കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള അനുഭവിക്കാൻ കഴിയുന്നതുമായിട്ടുള്ള ഈ ലോകത്തിലെ സുഖങ്ങൾക്കും സൗകര്യങ്ങൾക്കും മുമ്പിൽ നിന്ന് മുഖം തിരിക്കുള്ളൂ. ഇതെല്ലാം ഇന്ന് കൈവരും, നാളെ നിലനിൽക്കും, മറ്റന്നാൾ ഇല്ലാതായി പോകും. നാളേക്ക് നിലനിൽപ്പില്ലാത്തത് ആയതുകൊണ്ട് അതിനോട് എനിക്ക് താല്പര്യമില്ല എന്ന് പ്രഖ്യാപിക്കണമെങ്കിൽ അള്ളാഹുവിലുള്ള അചഞ്ചലമായിട്ടുള്ള വിശ്വാസം അത്യന്താപേക്ഷിതമാണ്. പരലോകത്തെക്കുറിച്ചുള്ള ബോധം അത്യന്താപേക്ഷിതമാണ്. അങ്ങനെയുണ്ടെങ്കിൽ മാത്രമാണ് ഇങ്ങനെയുള്ള അത്യുന്നതമായിട്ടുള്ള ഭൂമികകളിലേക്ക് പറന്നുയരാൻ ഒരു വ്യക്തിക്ക് കഴിയൂ എന്ന് സാരം. അങ്ങനെയുള്ള ഒരുവനാണ് ഉമർ ബിൻ ഖത്താബ്. അബൂബക്കർ, ഖലീഫ അബൂബക്കർ അബ്ദുൾ റഹ്മാൻ ബിൻ ഔഫിനെ വരുത്തി. അദ്ദേഹത്തോട് ചോദിച്ചു, ഉമറിനെ കുറിച്ചുള്ള അഭിപ്രായം ചോദിച്ചു.
ഖലീഫയാക്കണമെന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ കാലം തീരാറായി, വേറൊരാളെ കാണുന്നില്ല. സത്യസന്ധൻ മാത്രമുണ്ടായിട്ട് കാര്യമില്ല, വിനയവാൻ മാത്രമുണ്ടായിട്ട് കാര്യമില്ല, നീതിമാൻ മാത്രമുണ്ടായിട്ട് കാര്യമില്ല. ശാരീരിക ബലമുണ്ടാകണം, ധീരനായിരിക്കണം, വീരശൂര പരാക്രമിയുമായിരിക്കണം. അത് ഞാൻ കണ്ടത് ഉമറിനെയാണ് കണ്ടിട്ടുള്ളത്. അബ്ദുൾ റഹ്മാൻ, അങ്ങയുടെ അഭിപ്രായം എന്താണ്? പറയുക. അദ്ദേഹം വളരെ വിനയപുരസ്സരം ഖലീഫയോട് പറഞ്ഞു, ഹേ അബൂബക്കർ, ഉമറിനെ കുറിച്ച് അങ്ങേക്കൊരു ധാരണയുണ്ട്. അങ്ങ് ധരിച്ചു വെച്ച ചില കാര്യങ്ങളുണ്ട്. അതിലപ്പുറം ശ്രേഷ്ഠനാണ് അദ്ദേഹം. അതാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ അല്പം പരുക്കനാണ്, അത്രമാത്രം. അബൂബക്കർ പറഞ്ഞു, അത് ശരിയാണ്, ഞാൻ വളരെ സൗമ്യനാണ്, അതെനിക്കറിയാം, നിങ്ങൾക്കും അറിയാം, അതുകൊണ്ട് അങ്ങനെ തോന്നുന്നത്. അധികാരം കയ്യിൽ വന്നു കഴിഞ്ഞാൽ ആ പൗരുഷ്യമൊക്കെ, ആ പരുഷഭാവങ്ങളൊക്കെ തന്നെത്താൻ അദ്ദേഹത്തിൽ നിന്ന് പോയിക്കൊള്ളും. അദ്ദേഹത്തെ ഞാൻ നന്നായിട്ട് പല സമയത്തും നിരീക്ഷിച്ചിട്ടുണ്ട്. ഞാൻ ആരോടെങ്കിലും കോപിച്ചാൽ, ഞാൻ ആരോടെങ്കിലും പരുഷമായിട്ട് പെരുമാറിക്കഴിഞ്ഞാൽ ഉമർ അദ്ദേഹത്തെ സാന്ത്വനിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തോട് ചിരിച്ച മുഖത്തോടു കൂടി, മന്ദസ്മിതം പൊഴിക്കുന്ന മുഖത്തോടു കൂടിയിട്ട് സൗമ്യമായിട്ട് പെരുമാറുന്നു ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എവിടെയെങ്കിലും ആവശ്യത്തിന് സൗമ്യത കാണിച്ചു കഴിഞ്ഞാൽ ഉമർ പറയും, വേണ്ട, അത് വേണ്ട, അവനങ്ങനെ വെറുതെ വിടരുത്. അതാണ് ഉമർ. അതിനുശേഷം ഉസ്മാൻ ബിൻ അഫ്ഫാനെ വരുത്തി. ഒക്കെയും പ്രമുഖരായിട്ടുള്ള ആളുകളാണ്. അദ്ദേഹത്തെ വരുത്തി. ഉമറിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അടുത്ത ഖലീഫ, അതിന് നമുക്കൊരാൾ വേണ്ടേ? അത് ഖലീഫയായിട്ടിരിക്കാനുള്ള യോഗ്യതയുള്ള ആളാണ് വേണ്ടത്. ഓരോന്നിനും ഓരോ യോഗ്യതയാണ്. ഖലീഫയായിട്ടിരിക്കാൻ എല്ലാ യോഗ്യതയും വേണം. പ്രത്യേകിച്ചും എനിക്ക് ശേഷം വരുന്ന ഖലീഫ, റോമിൽ യുദ്ധം നടക്കുകയാണ്, പേർഷ്യയിൽ യുദ്ധം നടക്കുകയാണ്, ഗോത്രവർഗക്കാരുമായിട്ട് ഏറ്റുമുട്ടലുകളുണ്ട്. നബി തിരുമേനി ഇന്ന് ഇഹലോകത്തിലില്ല. അതുകൊണ്ട് ഉമറിനെ ആക്കണം എന്നാണ് ഞാൻ കരുതുന്നത്. എന്നാണ് അങ്ങയുടെ അഭിപ്രായം? ഉസ്മാൻ മറുപടി നൽകി. അത് ഖലീഫ അബൂബക്കറിനെ വലിയ രീതിയിൽ സന്തോഷിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ അറിവനുസരിച്ചിട്ട്, അല്ലയോ ഖലീഫ അബൂബക്കറെ, ഉമറിനൊരു പരസ്യ ജീവിതമുണ്ട്. അദ്ദേഹം തല ഉയർത്തി നടക്കുന്നു, മാറിടം വിരിച്ചു നടക്കുന്നു, കുറച്ച് പരുഷമായിട്ട് പെരുമാറുന്നു. അധർമ്മത്തിൻ്റെ മർമ്മം ഭേദിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം ഒരിക്കലും പുറകോട്ട് നിൽക്കാറില്ല. അദ്ദേഹത്തിന് ശാരീരിക ശേഷിയുണ്ട്, വിടർന്നു പിരിഞ്ഞൊരു ശരീരമുണ്ട്, സ്ഫുടമായിട്ട് സംസാരിക്കാനുള്ള ശേഷിയുണ്ട്, അതിനുള്ള പഠിപ്പുമുണ്ട്. അതും വെച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പരസ്യ ജീവിതം. എവിടെയെങ്കിലും ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ ശേഷികൾ ഉപയോഗിച്ചുകൊണ്ട് ആ തെറ്റിനെ അദ്ദേഹം, ആ തെറ്റ് ചെയ്യുന്നവനെ മറികടന്ന് അവൻ്റെ വഴി മുടക്കുക തന്നെ ചെയ്യും. തെറ്റാവർത്തിക്കാനുള്ള സാഹചര്യം അവൻ ഉണ്ടാക്കി കൊടുക്കില്ല. അദ്ദേഹത്തിൻ്റെ ആന്തരികവും ഭൗതികവുമായിട്ടുള്ള വിശേഷങ്ങൾ അതിനുവേണ്ടി അദ്ദേഹം വിനിയോഗിച്ചിട്ടുണ്ട്. കരിയുമ്പോൾ ഇളക്കാനുള്ളതാണല്ലോ ചട്ടുകം. അതുകൊണ്ടാണ് ഉമറിന് അങ്ങനെ ഒരു ശരീരം കൊടുത്തത്, മനസ്സ് കൊടുത്തത് അള്ളാഹു. അദ്ദേഹത്തിൻ്റെ പരസ്യ ജീവിതം നമുക്ക് എല്ലാവർക്കും അറിയാം. ആ പരസ്യ ജീവിതത്തിൽ മാത്രമാണ് അദ്ദേഹത്തിന് പാരുഷ്യമുള്ളത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ രഹസ്യ ജീവിതം അതിവിശുദ്ധമാണെന്ന് എനിക്കറിയാം.
അത്യധികം വിശുദ്ധമാണ്, സൗമ്യമാണ്, സുലളിതമാണ്, സുഭദ്രമാണെന്ന് എനിക്കറിയാം. ഞങ്ങളുടെ കൂട്ടത്തിൽ അഥവാ നമ്മുടെ കൂട്ടത്തിൽ ഉമറിനേക്കാൾ നല്ലവനായിട്ട് ഖലീഫയാകാൻ യോഗ്യതയുള്ളവൻ ആരാണുള്ളത്? ഇതിനെ തുടർന്ന് വീണ്ടും അബൂബക്കർ ഉസൈദ് ബിൻ ഹുളൈറിൻ്റെ വീക്ഷണം അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, ഉമറിനെ കുറിച്ച് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? അദ്ദേഹത്തിൻ്റെ പ്രതികരണം, എൻ്റെ പരിമിതമായിട്ടുള്ള അറിവനുസരിച്ച് അങ്ങേപ്പോലൊരാൾക്ക് ശേഷം ആ അവസ്ഥയിലേക്ക് ഉയരേണ്ടത്, ഖലീഫയായിട്ട് മാറേണ്ടത് മറ്റാരുമല്ല, ഉമർ തന്നെയാണ്. സന്തോഷിക്കേണ്ട സന്ദർഭങ്ങളിൽ അദ്ദേഹം മനം തുറന്ന് സന്തോഷിക്കാറുണ്ട്, ഒന്നും മറച്ചു വയ്ക്കാറില്ല. കോപിക്കേണ്ടടുത്ത് അദ്ദേഹം വേറൊരു മുഖം കാണിക്കില്ല, കോപം തന്നെയാണ് കാണിക്കുക. അദ്ദേഹത്തിൻ്റെ പരസ്യ ജീവിതം അത് നമ്മൾ കണ്ടതാണ്. അതിനേക്കാൾ ഉത്തമമാണ് എല്ലാം കൊണ്ടും അദ്ദേഹത്തിൻ്റെ രഹസ്യ ജീവിതം. ഇതെല്ലാം കേട്ടപ്പോൾ തൻ്റെ വീക്ഷണം അതിൽ വലിയ അർത്ഥങ്ങളുണ്ടെന്ന് അബൂബക്കർക്ക് മനസ്സിലായി. തൻ്റെ തീരുമാനം അതിൽ തന്നെ ഉറച്ചു നിൽക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നി. അതിനുശേഷം അദ്ദേഹം ഹദ്റത്ത് അലിയെ വിളിച്ചു, സയ്യിദ് ബിൻ സയ്യിദിനെ വിളിച്ചു. അവരെല്ലാവരുമായിട്ട് ഈ വിഷയം കൂടിയാലോചിച്ചു. ഒരാൾക്കും എതിരഭിപ്രായം ഉണ്ടായിരുന്നില്ല. അവർക്കെല്ലാവർക്കും ഉമറിനെ ഇഷ്ടമായിരുന്നു. പ്രത്യേകിച്ചും ഖലീഫയാകാൻ പോകേണ്ടത് ഉമറാണ് എന്നുള്ള അഭിപ്രായം, അതെല്ലാവരും ആ അഭിപ്രായത്തെ, അബൂബക്കറിൻ്റെ അഭിപ്രായത്തെ അനുകൂലിക്കുകയാണ് ഉണ്ടായത്. അവർക്കെല്ലാവർക്കും ഉമറിൻ്റെ സദ്ഗുണങ്ങളെക്കുറിച്ച് പല അഭിപ്രായങ്ങളും പറയാനുണ്ടായിരുന്നു, അവരുടെ അനുഭവങ്ങൾ പറയാനുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ പോലും ത്വൽഹത്ത് ബിൻ ഉബൈദില്ല അങ്ങനെപ്പോലുള്ള ചില ആളുകൾ ഉമറിൻ്റെ പരുഷമായ സ്വഭാവത്തെക്കുറിച്ച് പരാതി രൂപേണ സംസാരിക്കുകയുണ്ടായി. ഹദ്റത്ത് അബൂബക്കറിനെ വിളിച്ച് സമീപിച്ച് അദ്ദേഹം വളരെ രൂക്ഷമായിട്ടാണ് പറഞ്ഞത്, താങ്കൾ അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് യാത്രയാവാൻ ഒരുങ്ങിയിരിക്കുകയാണല്ലോ. ആ സ്ഥിതിക്ക് ഇതിനെ സംബന്ധിച്ച് അള്ളാഹു ചോദിച്ചാൽ താങ്കൾ എന്താണ് മറുപടി പറയുക? അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് നന്നായിരിക്കും, അങ്ങേക്ക് നന്നായിരിക്കും. ത്വൽഹയുടെ അഭിപ്രായത്തെ തള്ളിക്കളയാൻ നിന്നില്ല. അദ്ദേഹത്തിൻ്റെ പരാമർശം, അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ കാമ്പുണ്ട്. പക്ഷേ ഉമറിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അബൂബക്കറിനെ ഒട്ടും വിഷമസന്ധിയിൽ അകപ്പെടുത്തിയില്ല, അദ്ദേഹത്തിന് അസ്വാസ്ഥ്യം ഉണ്ടാക്കിയില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ അള്ളാഹുവിൻ്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ അള്ളാഹു ചോദിക്കും, നീ ആരെയാണ് ഖലീഫയാക്കിയതെന്ന് ചോദിക്കും. അങ്ങനെ ചോദിച്ചാൽ ഞാൻ പറയും, അള്ളാഹുവേ, നിന്റെ ദാസന്മാരിൽ വെച്ച് ഏറ്റവും നല്ലവനായിട്ടുള്ള ഒരുവനെയാണ് ഞാൻ ഖലീഫയാക്കിയത്. അവനെയാണ് നിന്റെ അടിമകളുടെ നേതൃസ്ഥാനത്ത് ഞാൻ അവരോധിച്ചിട്ടുള്ളത് എന്ന് ഞാൻ മറുപടി പറയും. ഇതാണ് അബൂബക്കർ പറഞ്ഞത്. ഇങ്ങനെ സമൂഹത്തിലെ ഉന്നത ശീർഷന്മാരായിട്ടുള്ള ആളുകളുമായിട്ട് ഇക്കാര്യം ചർച്ച ചെയ്തു. അവരെല്ലാവരും ഏക അഭിപ്രായക്കാരായിരുന്നു. ഉമർ ബിൻ ഖത്താബ് തന്നെയാണ് അടുത്ത ഖലീഫയാകേണ്ടത് എന്ന് അവരെല്ലാവരും വേറെ വേറെ അവസരങ്ങളാണെങ്കിലും ഒരേ സ്വരത്തിലാണ് സംസാരിച്ചത്. ഇനി ഇതേ കാര്യം അവിടെയുള്ള പൊതുജനങ്ങളുമായിട്ടും കൂടിയാലോചിക്കേണ്ടതുണ്ട്. അതാണ് അതിൻ്റെ മര്യാദ. അതാണ് ഉമറും പറഞ്ഞത്, പൊതുജനങ്ങളും കൂടി അഭിപ്രായപ്പെടണ്ടേ
എന്നെക്കുറിച്ച് അതിനു വേണ്ടിയിട്ട് ഒരു ദിവസം അവിടെയുള്ള എല്ലാ മുസ്ലിങ്ങളെയും ഖലീഫ അബൂബക്കർ പള്ളിയിലേക്ക് വിളിച്ചു. അവരെല്ലാവരും ഒരു ദിവസം പള്ളിയിലെത്തി. അൽഹംദുലില്ലാഹ്.